തുർക്കിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കോളിളക്കങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ പ്രതിപാദിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ നഗരമായ ഇസ്താംബൂളിലെ മേയറും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത കൽപ്പിച്ചിരുന്ന ആളുമായ ഇക്രാം ഇമമോഗ്ലുവിന്റെ അറസ്റ്റ് തുർക്കിയെ പ്രതിഷേധ കടലാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ അറസ്റ്റോടെ എന്തൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങളും ചലനങ്ങളുമാണ് തുർക്കിയിൽ സംഭവിക്കുക എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം ഇമമോഗ്ലു എന്തിനാണ് എതിർക്കപ്പെടുന്നത് എന്ന് പരിശോധിക്കണം. തുർക്കിയുടെ എക്കാലത്തെയും ഹീറോ ആണ് പ്രസിഡന്റായ AK പാർട്ടിയുടെ നേതാവ് കൂടിയായിട്ടുള്ള റജബ് തൊയ്യബ് ഉർദുഗാൻ. ആധുനിക തുർക്കിയെ കെട്ടിപ്പടുത്ത ഉർദുഗാൻ സ്വയം ഒരു ഏകാധിപതിയായി മാറുന്നു എന്നാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുന്നത്. തുടർച്ചയായ ഉർദുഗാന്റെ വിജയങ്ങൾ തിരഞ്ഞെടുപ്പിലെ അട്ടിമറിയാണെന്ന് പോലും അവർ നിരന്തരമായി ആരോപിച്ചു വരികയാണ്. പ്രതിപക്ഷം അങ്ങനെ പറയുമ്പോഴും ഉർദുഗാനേക്കാൾ ഉയർത്തിക്കാട്ടാൻ ജനകീയനായ മറ്റൊരു മുഖം തുർക്കിയിൽ പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നിനും തന്നെ ഇല്ല എന്നതായിരുന്നു ശരി. അതുകൊണ്ട് തന്നെ ഉർദുഗാൻ കൂടുതൽ കരുത്തനാവുകയും പ്രതിപക്ഷത്തിന്റെ ശബ്ദം എല്ലാ കാലത്തും കേൾക്കാതിരിക്കുകയും ചെയ്തു. എന്നാൽ ആ ഇടക്കാണ് ഇസ്താംബൂളിലെ മേയറായി ഇക്രാം ഇമമോഗ്ലു അധികാരമേൽക്കുന്നത്. ഉർദുഗാന്റെ AK പാർട്ടിയുടെ തട്ടകത്തിൽ അവർക്കേറ്റ അപ്രതീക്ഷിത തിരിച്ചടി ഉൾക്കൊള്ളാൻ പക്ഷേ AK പാർട്ടി തയ്യാറായിരുന്നില്ല. 2019 ഈ തിരഞ്ഞെടുപ്പ് നടന്നത്. 2019 ഈ വിജയം ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദ് ചെയ്യുകയും ഇമമോഗ്ലു മേയർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുകയാണ്. കൃത്രിമത്വം തിരഞ്ഞെടുപ്പിൽ നടന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചായിരുന്നു അദ്ദേഹത്തെ അയോഗ്യനാക്കിയത്. എന്നാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് നടന്നതോടെ വീണ്ടും ഇമമോഗ്ലു തന്നെ മത്സരിക്കുന്നു. മുൻപ് കിട്ടിയതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തോടെ വീണ്ടും അദ്ദേഹം ഇസ്താംബൂളിന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെടുകയാണ്. മാത്രമല്ല രാജ്യത്തെ പ്രതിപക്ഷം അനുഭവിച്ച നേതൃക്ഷാമത്തിനുള്ള ഒരു പരിഹാരം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു വിജയം കൂടി. ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തോടു കൂടി റജബ് തയ്യിബ് ഉർദുഗാനോട് കിടപിടിക്കാൻ പോന്ന പ്രതിപക്ഷ നേതാവെന്ന പ്രതീതി ഇമമോഗ്ലു നേടിയെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇമമോഗ്ലു അവിടുത്തെ പ്രതിപക്ഷ നേതാവല്ല. എന്നാൽ പ്രതിപക്ഷ മുഖമായി അദ്ദേഹം വളരെ പെട്ടെന്ന് മാറുകയാണ്. സർക്കാരിനെതിരെ അദ്ദേഹം നിരന്തരം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്നു. ജനം അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർത്തുകൊണ്ടിരുന്നു. ഒടുവിൽ ഉർദുഗാന് പറ്റിയ ഒരു മികച്ച എതിരാളിയായി തുർക്കിയിൽ അദ്ദേഹം സ്വയം മാറുകയും തുർക്കിക്കാർ അദ്ദേഹത്തെ അങ്ങനെ കാണുകയും ചെയ്തു. വൈകാതെ തുർക്കി രാഷ്ട്രീയത്തിലെ അതികായനായ ഉർദുഗാന് പറ്റിയ എതിരാളിയായി അയാൾ വാഴ്ത്തപ്പെട്ടു. ഇക്രാം ഇമമോഗ്ലുവിന്റെ ഉയർച്ച പക്ഷേ ഉർദുഗാനും AK പാർട്ടിക്കുമേറ്റ കനത്ത പ്രഹരമായിരുന്നു. സർക്കാരിനുണ്ടാക്കുന്ന തലവേദന കടുത്തതോടെയാണ് ഇമമോഗ്ലുവിനെ ഒതുക്കണം എന്നൊരു തീരുമാനം ഭരണപക്ഷ പാർട്ടികൾക്കുള്ളിൽ ഉണ്ടാകുന്നത്. അണിയറ നീക്കങ്ങൾ ഇതോടെ ആരംഭിച്ചു. 2028 നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഉർദുഗാന്റെ പ്രതിയോഗിയായി ഇദ്ദേഹം വരും എന്ന് ഉറപ്പിച്ച ഘട്ടത്തിലാണ് പൊടുന്നനെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. മാത്രവുമല്ല പൊതു തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക നൽകാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ കൂടിയാണ് അറസ്റ്റ് നടന്നത്. നേരത്തെ 2.5 വർഷം തടവിന് വിധിക്കപ്പെട്ട ഇമമോഗ്ലുവിന്റെ അറസ്റ്റ് കൂടുതൽ രാഷ്ട്രീയമായി അദ്ദേഹത്തിന് പ്രത്യാഘാതം ഉണ്ടാക്കും എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഉർദുഗാൻ പൊടുന്നനെ തന്നെ മുന്നോട്ട് വരുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് നിന്നും മാറ്റി നിർത്തപ്പെടാൻ പോലും ഈ അറസ്റ്റ് കാരണം ആകും എന്നാണ് തുർക്കിയിലെ നിയമവിദഗ്ധരും രാഷ്ട്രീയ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ ഉർദുഗാനെ സംബന്ധിച്ചിടത്തോളം വലിയ എതിരില്ലാതെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം. ഇമമോഗ്ലുവിന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഇല്ലെന്നുള്ള ആരോപണം കൂടി AK പാർട്ടി ഉയർത്തിയിരുന്നു. അറസ്റ്റിന് പിന്നാലെ തുർക്കി സ്റ്റോക്ക് മാർക്കറ്റിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ജനസ്വീകാര്യതയെ AK പാർട്ടി ഭയപ്പെട്ടു എന്നും പറയുന്നു. ഉർദുഗാന്റെ ഭരണത്തിൽ തുർക്കി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും ഇതിന് പരിഹാരം ഉർദുഗാന്റെ രാജ്യം മാത്രമാണെന്നുമുള്ള ഇമമോഗ്ലുവിന്റെ ആഹ്വാനം ജനം ഏറ്റെടുത്തിരുന്നു. തിരഞ്ഞെടുപ്പ് നേരത്തെയാക്കണമെന്ന ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനും വലിയ സ്വീകാര്യത തുർക്കിയിൽ ലഭിച്ചു. അങ്ങനെയുള്ള ഒരു അഭിപ്രായം തുർക്കിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് അറസ്റ്റ് നടന്നത്. ഇങ്ങനെ ഈ ഒരു അറസ്റ്റ് നടന്നതോടുകൂടി അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ പക്ഷവും അതോടൊപ്പം തന്നെ ഉർദുഗാൻ വിരുദ്ധ പക്ഷവും ഒന്നിക്കുമെന്നും സംഘടിക്കും എന്നും ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ വന്നു കഴിഞ്ഞു. ആ ഇടക്ക് കൂടിയാണ് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് നടക്കുന്നത്. മുഹമ്മദ് അത്താതുർക്കിന്റെ പാതയിലാണ് താനെന്നാണ് ഇമമോഗ്ലു എപ്പോഴും പറയാറുള്ളത്. എന്ന് വെച്ചാൽ ഉർദുഗാന്റെ അതേ പാതയിൽ തന്നെ. ഉർദുഗാന് ഏത് വിഭാഗത്തിൽ നിന്നാണോ വോട്ടുകൾ കൂടുതൽ ലഭിച്ചത്
ആ വിഭാഗത്തിൽ ഒരു വിള്ളൽ സ്വാഭാവികമായും ഉണ്ടാകും എന്നാണ് രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ. അടിസ്ഥാന വിഭാഗങ്ങളുടെയും യാഥാസ്ഥിക വിഭാഗങ്ങളുടെയും പിന്തുണ കൂടി ഉണ്ടെന്നതും ഉർദുഗാന്റെ പേടി സ്വപ്നമാണ്. ഉർദുഗാൻ ഇപ്പോൾ ചെയ്തതൊരു രാഷ്ട്രീയ മണ്ടത്തരമാണ് എന്നാണ് ആഗോള രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ പറയപ്പെടുന്നത്. കാരണം ഈ ഇടയ്ക്ക് തന്നെയാണ് ഇസ്താംബുൾ മേയറായിരിക്കെ ഇമമോഗ്ലു നടപ്പിലാക്കിയ ചില പദ്ധതികൾക്ക് മേൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് പോലും അദ്ദേഹം വിമർശനം ഏറ്റുവാങ്ങിയത്. സ്വന്തം പാർട്ടിയിൽ നിന്നും ഇമമോഗ്ലു ഈ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു അറസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അനുകൂലമാവുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിനായി സ്വന്തം പാർട്ടിയിൽ തന്നോട് മത്സരിച്ച് പിന്നോക്കം പോയ എതിർ സ്ഥാനാർത്ഥി പോലും പിന്നീട് ഇമമോഗ്ലുവിന് പിന്തുണയുമായാണ് ഈ അറസ്റ്റോടെ രംഗത്ത് വന്നത്. അറസ്റ്റിനെതിരെ AK പാർട്ടിയിൽ നിന്ന് പോലും ഇപ്പോൾ ഉർദുഗാൻ അമർഷം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് അനുചിതമെന്നും തെറ്റിദ്ധാരണ പരത്താൻ ഉതകും എന്നുമാണ് ആക്ഷേപമുള്ളത്. ഈ ഒരു അറസ്റ്റ് പ്രതിപക്ഷ സർക്കാർ വിരുദ്ധ പക്ഷത്തിന്റെ ഏകോപനത്തിന് കാരണമാകുമെന്നും AK പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. അറസ്റ്റ് രാഷ്ട്രീയ ലാഭം ഇപ്പോൾ ഉണ്ടാക്കാമെങ്കിലും ഭാവിയിൽ അത് ദോഷം ചെയ്യും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഏതായിരുന്നാലും തുർക്കിയിൽ ജനം തെരുവിലാണ്. അവർ ഉർദുഗാനെതിരെ കൂടുതൽ സംഘടിക്കുകയാണ്. സർക്കാർ വിരുദ്ധ സമരങ്ങൾ അവിടെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.